സ്റ്റുഡൻസ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം വായിക്കാം. എ ലൈൻ എ ബി 100 mm long is inclined at 30 degree to HP. The end A is 15 mm below HP and 20 mm behind VP. The front view of the line measures 75 mm. Draw top view of AB and determine its inclination with VP. Okay, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Line AB 100 mm long is inclined at 30 degree to HP. The end A is 15 mm below HP and 20 mm behind VP. The front view of the line measures 75 mm. Draw top view of AB and determine its inclination with VP. Okay. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്താണ് ഗിവൺ ഡാറ്റ എഴുതുക. എന്താണ് ഈ പ്രോബ്ലത്തിൽ നിന്നുള്ള ഒരു ഡിഫറൻസ്, ഇല്ല ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻഡ് എ 15 mm ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദിസ് പ്രോബ്ലം ബിലോങ്സ് ടു തേർഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, ആദ്യം മനസ്സിലായി. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നു. ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ് ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗിവൺ ഡാറ്റ എഴുതാം. എ ബി ആണ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 100 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നു, എച്ച് പി ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദേ ഹാവ് ഗിവൺ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദെൻ എൻഡ് എ എങ്ങനെയാണ്? 20 mm, എൻ്റെ 15 mm ബിലോ എച്ച് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 15 mm ബിലോ എച്ച് പി ആണ്. ബിലോ എച്ച് പി എന്ന് പറയുമ്പോൾ എവിടെ വരിക? എക്സ് വൈൻ്റെ താഴെയാണ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ 15 mm ബിലോ എച്ച് പി, ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അതുപോലെ 20 mm ബിഹൈൻഡ് വി പി ആണ്. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ എച്ച് പിന്ന് നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈൻ്റെ മേലെയാണ് വരിക. അപ്പോൾ 20 mm ബിഹൈൻഡ് വി പി, ആരോ മാർക്ക് ശ്രദ്ധിക്കുക. എബോ എക്സ് വൈ ലൈനാണ് വരിക. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ മെഷേഴ്സ് അല്ലേ. ഫ്രണ്ട് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 75 mm എന്ന് തന്നിട്ടുണ്ട്. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ കാണണം, ടോപ്പ് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് കാണണം. അതേപോലെ ഡിറ്റർമൈൻസ് ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ്. എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ്. ദാറ്റ് ഈസ് we need to determine ഫൈയും നമുക്ക് കാണണം. ഓക്കെ, ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കും. എക്സ് വൈ ലൈൻ വരച്ചു. ദിസ് ഈസ് അവർ എക്സ് വൈ ലൈൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യണു? ഈ പോയിന്റ് എ അല്ലേ അതിന് ഡിനോട്ട് ചെയ്യേണ്ടത് അല്ലേ. എന്താണ്? ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി ആണ്. ഇപ്പോൾ ബിലോ എച്ച് പി എത്രയാണ്? 15 mm ആണ്. അപ്പോൾ എക്സ് വൈ ലൈനിന് താഴേക്ക് 15 mm പോയിന്റ് ഇട്ടു അല്ലേ. ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ എന്താ തേർഡ് ക്വാഡ്രന്റിൽ എന്താ വരിക? ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ്റെ താഴെയും ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ്റെ മേലെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? ഇവിടെ എ ഡാഷ്. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാക്കണേ, തെറ്റിക്കരുത്. 20 mm ബിഹൈൻഡ് വി പി ആണ്. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈൻ്റെ മേലെയാണ് വരിക. അപ്പോൾ എക്സ് വൈ ലൈൻ്റെ മേലെ 20 mm പോയിന്റ് ഇട്ടു. ഇതിന് എന്ത് കൊടുത്തു? ടോപ്പ് വ്യൂ ആണ് അല്ലേ, എ എന്ന് കൊടുത്തു. എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോക്കസ് വരയ്ക്കുകയാണ്. എയിൽ നിന്ന് നമ്മളൊരു ലോക്കസ് വരച്ചിട്ടു. അതേപോലെ ഇവിടെ എ ഡാഷിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോക്കസ് വരച്ചിട്ടു. ഇവിടെ എഴുതാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലോക്കസ് അറ്റ് എ, അതേപോലെ ഇവിടെ ലോക്കസ് അറ്റ് എ ഡാഷ് എന്നും എഴുതാം. ഓക്കെ, ദിസ് ഈസ് 20 ഡയമെൻഷൻ ചെയ്യണം. ദിസ് ഈസ് 15. ഓക്കെ, ഇനി എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? ലൈൻ എ ബി 100 mm ആണെന്ന് തന്നിട്ടുണ്ട്. തീറ്റ 30 ഡിഗ്രി. തീറ്റ എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡ് വിത്ത് എച്ച് പി അല്ലേ. ഇൻക്ലൈൻഡ് വിത്ത് എച്ച് പി എന്ന് പറയുമ്പോൾ ഏതാണ്? ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ എവിടെയാണ്? എക്സ് വൈ ലൈൻ്റെ താഴെയല്ലേ. അപ്പോൾ ഈ എ ഡാഷിൽ നിന്നല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? എ ഡാഷിൽ നിന്ന് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുകയാണ്. പ്രൊട്രാക്ടർ എടുത്ത് എ ഡാഷിൽ പ്ലേസ് ചെയ്തു. എ ഡാഷിൽ പ്ലേസ് ചെയ്ത് ഇവിടെ എത്ര ഡിഗ്രി എടുക്കും നമ്മൾ? 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 30 ഡിഗ്രി മെഷർമെൻറ്റ് എടുത്തു.
30 ഡിഗ്രിയിൽ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ടു. 30 ഡിഗ്രി പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ 30 ഡിഗ്രിയിൽ 100 mm ലെങ്ത്തിൽ നമ്മൾ ലൈൻ വരച്ചു. ഇതാണ് ആ ലൈൻ ഇമാജിൻ ചെയ്യുക. ഇവിടെയാണ് കിട്ടുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ ഞാൻ പോയിന്റ് കൊടുക്കുകയാണ്. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഇവിടെ B1 എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യണു, ലോക്കസ് വരയ്ക്കുകയാണ്. B1 ലോക്കസ് വരയ്ക്കുകയാണ് അല്ലേ. ഈ ആംഗിൾ എത്രയായിരുന്നു? 30 ഡിഗ്രിയാണ് അല്ലേ. ദാറ്റ് ഈസ് തീറ്റ. ദേ ഹാവ് ഗിവൺ തീറ്റ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ വരയ്ക്കുകയല്ലേ അല്ലേ. ഇത് ഫ്രണ്ട് വ്യൂ അല്ലേ. ഇതിന്റെ ടോപ്പ് വ്യൂ ഉണ്ടാവില്ല. ടോപ്പ് വ്യൂ എങ്ങനെ XY ലൈൻ്റെ പാരലായിട്ട് XY ലൈൻ്റെ മേലെയല്ലേ വരിക, ഇവിടെയല്ലേ വരിക. അപ്പോൾ B1 നിന്ന് ഞാൻ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു, മേലോട്ട് വരച്ചു. മേലോട്ടാണ് വരച്ചെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആരോ മാർക്ക് ഇട്ടു. ഏത് വരെ വരയ്ക്കണം ഈ പ്രൊജക്ടർ? ലോക്കസ് അറ്റ് A വരെ അല്ലേ, ഇവിടെ ഇട്ടു. ഇപ്പോൾ ദിസ് ഈസ് അവർ റിക്വയർഡ് എന്താണ്, ടോപ്പ് വ്യൂ അല്ലേ. ടോപ്പ് വ്യൂ ആണ് അല്ലേ. ഈ ടോപ്പ് വ്യൂ എങ്ങനെയാണ്? ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഇവിടെ XY ലൈന് പാരലായിട്ടായിരിക്കും ഉണ്ടാവും. ഇവിടെ നെയിം എന്ത് കൊടുക്കാം? ഇവിടെ B1 കൊടുത്തു. സോ ഐ ക്യാൻ പുട്ട് ഹിയർ B1 കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പോൾ B1 ആണ് എന്ത്, ടോപ്പ് വ്യൂവിൻ്റെ മെഷർമെൻറ്റ്. ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്, അത് വിട്ടുപോകരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ? ഇവിടെ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ എന്തെങ്കിലും തന്നിട്ടില്ല അല്ലേ. ബട്ട് എന്തേ തന്നിട്ടുള്ളൂ? ഫ്രണ്ട് വ്യൂ എത്രയും തന്നിട്ടുണ്ട്. എത്രയാണ്? 75 mm അല്ലേ. ഫ്രണ്ട് വ്യൂ 75 mm തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ആസ് യൂഷ്വൽ നമ്മൾ ഇതുവരെ ചെയ്ത ഡ്രോയിങ്ങിൽ നമ്മൾ പേരിട്ട് എന്താണ്, A', B' എന്നാണ് അല്ലേ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ ആണ്. ഈ ട്രൂ ലെങ്ത്, ഇത് ട്രൂ ലെങ്ത് ആണ് അല്ലേ. ട്രൂ ലെങ്ത് എത്ര? 100 mm തന്നിട്ടില്ലേ. 100 mm തന്നിട്ടുണ്ട്. ദിസ് ഈസ് ട്രൂ ലെങ്ത് ആൻഡ് ദിസ് ഈസ് 100 mm അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ ഈ ഭാഗത്തല്ലേ വരിക. ഫ്രണ്ട് വ്യൂ എത്ര തന്നിട്ടുണ്ട്? 75 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ നമ്മൾ 75 mm എടുക്കുകയാണ്. കോമ്പസ് എടുക്കണു, നമ്മൾ സ്കെയിൽ എടുക്കണു. സ്കെയിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 75 mm മെഷർമെൻറ്റ് എടുക്കുക. സ്കെയിലിൽ 75 mm മെഷർമെൻറ്റ് എടുക്കുക. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു? A' പ്ലേസ് ചെയ്യണു. ദെൻ കോമ്പസിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? ഇതിൽ ഈ റേഡിയസ് എത്രയാണ്? കോമ്പസ് 75 ആയിരിക്കും അല്ലേ. 75 mm എടുത്തിട്ട് ഇതിൽ നമ്മൾ ഒരു ആർക്ക് കെട്ടിയാണ്. ഏതിൽ? ലോക്കസ് അറ്റ് B1. ഈ ലോക്കസ് ഉണ്ടല്ലോ, ഇത് ലോക്കസ് ആണ്. ലോക്കസ് അറ്റ് എന്താണ്? B1 ആണ്. ഇതിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി എന്ന് ഇമാജിൻ ചെയ്യാം. ഈ പോയിന്റും ഈ A' തമ്മിൽ കണക്ട് ചെയ്യാണ്. പോയിന്റും ഈ കിട്ടിയ പോയിന്റും A' തമ്മിൽ കണക്ട് ചെയ്യാണ്. ഈ കിട്ടിയ പോയിന്റിന് പേരെന്ത് കൊടുക്കുക? ഇത് ഫ്രണ്ട് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ B' ആണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദിസ് ഷുഡ് ബി തിക്ക് ലൈൻ. ഇത് തിക്കായിരിക്കണം. ഓക്കെ. A', B' ആണ് എന്ത്, ഫ്രണ്ട് വ്യൂ അല്ലേ. ഈ മെഷർമെൻറ്റ് എത്രയായിരുന്നു? 75 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വരച്ചു. ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ ഇവിടെ XY ലൈനിന് പാരലായിരിക്കില്ലേ. ഈ പാരലായത് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള യൂഷ്വലി വരയ്ക്കുക. പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയണം. ഇവിടുത്തെ ഇൻക്ലിനേഷനുള്ള ലൈൻ അറിയണം. ഇവിടുത്തെ ട്രൂ ലെങ്ത്തിൻ്റെ VP ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ അറിയണം. അത് തന്നിട്ടില്ല. ബട്ട് പകരം ഇവർ ഡയറക്റ്റ് ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ വരച്ചു. വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് കോമ്പസ് എടുക്കുകയാണ്. കോമ്പസ് എടുത്തു. ഈ മെഷർമെൻറ്റിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. അതായത് ഈ ഫ്രണ്ട് വ്യൂവിനെ XY ലൈനിന് പാരലൽ ആക്കുകയാണ്. ഈ ഫ്രണ്ട് വ്യൂവിനെ XY ലൈനിൽ പാരലാക്കി. XY ലൈനിന് പാരലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ A', B' എന്ന് പറഞ്ഞ ലൈനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങോട്ടേക്ക്? ലോക്കസ് അറ്റ് A' റൊട്ടേറ്റ് ചെയ്യണം. ലോക്കസ് അറ്റ് A' എത്തുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് കിട്ടുമ്പോൾ എന്താണ്? A' ഈ ലെങ്ത്. ഇവിടെ നമുക്ക് പേര് എന്ത് കൊടുക്കാം? ഇവിടെ ഓൾറെഡി B1 കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് B2 എന്ന് കൊടുക്കാം. ഫ്രണ്ട് വ്യൂ അല്ലേ, B2 എന്ന് കൊടുക്കാം. അപ്പോൾ A' B2 എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫ്രണ്ട് വ്യൂ XY ലൈനിന് പാരലാക്കി. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഇവിടെ ഉണ്ടാവില്ല, ഇൻക്ലൈൻഡ് ലൈനായിട്ട് ഉണ്ടാവില്ലേ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? B2 എന്ത് ചെയ്യുക? ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ മേലോട്ട് വരയ്ക്കുക. വരച്ചു. എത്ര ദൂരം വരയ്ക്കണം എന്നറിയില്ല, ഒരു എക്സ്റ്റെൻഡിൽ വരയ്ക്കുക. ട്രൂ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് അറിയാമല്ലോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 100 mm. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസിൽ ട്രൂ ലെങ്ത് എടുക്കുകയാണ് അല്ലേ. ഇതല്ലേ നമ്മൾ ട്രൂ ലെങ്ത്, 100 mm അല്ലേ. അതിലേക്ക് നിങ്ങൾ സ്കെയിൽ വെച്ചെടുക്കുക. ദെൻ ആ ട്രൂ ലെങ്ത് നമ്മളിവിടെ എയിൽ പ്ലേസ് ചെയ്യാണ്. കോമ്പസ് എയിൽ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യണം. ഏത്? ഈ B2 എന്ന് വരച്ച പ്രൊജക്ടറിൽ ആർക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും പോയിന്റ്. ഈ പോയിന്റ് ആണ് ഇവിടെ B2 അല്ലേ. അപ്പോൾ ഇവിടെ എന്തെന്ന് കൊടുക്കുക? B2 എന്ന് കൊടുക്കുക.
ടോപ്പ് വ്യൂവിൻ്റെ ആണ് കേട്ടോ, ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ എയും ഈ B2 തമ്മിൽ കണക്ട് ചെയ്യുക, എയും B2 തമ്മിൽ കണക്ട് ചെയ്യുക. ദിസ് ഈസ് അവർ ട്രൂ ലെങ്ത് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 100 mm ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലോക്കസ് അറ്റ് B2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്യാമല്ലോ. ഈ ആംഗിൾ എത്രയാണ് നോക്കുക, പ്രൊട്രാക്ട് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കിട്ടും. ആംഗിൾ നിങ്ങൾക്ക് കിട്ടണം, ദിസ് ഈസ് അവർ 5 ആണ് കിട്ടുക. 5യുടെ വാല്യൂ ഒരു 41, അപ്രോക്സിമേറ്റ് വാല്യൂ 41 ഡിഗ്രി ഉണ്ടാവണം. ഓക്കെ, ഇതിൻ്റെ വ്യൂ കഴിഞ്ഞാൽ ഇല്ല, ഇതിപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ വരയ്ക്കണ്ടേ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, AB1 അല്ലേ, ഇവിടെ XY ലൈൻ പാരലൽ. ഇതിനെ എന്ത് ചെയ്താൽ മതി, റൊട്ടേറ്റ് ചെയ്താൽ മതി. നമ്മൾ കോമ്പസ് എടുക്കണു, A' പ്ലേസ് ചെയ്യണു, ഇതെടുക്കണു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവം നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ആർക്ക് റൊട്ടേറ്റ് ചെയ്തത് ഈ ഡയറക്ഷനിലാണ്, ഇവിടെ ഈ ലോക്കസിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഇത് നമ്മൾ എന്ത് ചെയ്യണു, ഈ പോയിന്റും ഇവിടുത്തെ ഈ ലൈനും കണക്ട് ചെയ്യാണ്. ദിസ് ഈസ് അവർ B, ടോപ്പ് വ്യൂ ആണ്. ദെൻ ഈ ബിയും B' എന്താണ്, സെയിം ലൈനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് സെയിം ലൈനിൽ കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മളെ ടോപ്പ് വ്യൂ AB. ഇത് നമ്മളെ ഫ്രണ്ട് വ്യൂ A', B'. ക്ലിയർ? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്, ഈ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് ഓക്കെ ഫൈൻ, ഇത് ടോപ്പ് വ്യൂ ആണ്. അല്ല, ഇതാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞിട്ട് ടോപ്പ് വ്യൂ വരച്ചു. അതേപോലെ 5 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് 5 കണ്ടുപിടിച്ചു. 41 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാം പറഞ്ഞ പോലെ എല്ലാം വരച്ച് കഴിഞ്ഞ് ഡയമെൻഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ എന്ത് എഴുതണം, താഴെ എന്തെങ്കിലും ചിത്രത്തിൻ്റെ താഴെ എഴുതുക, ഓൾ ഡയമെൻഷൻസ്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ, ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് എഴുതുക. mm എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.